നമസ്കാരം. ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന സാമ്പത്തിക തിരിമറി ആരോപണങ്ങളിൽ വിശദീകരണം നൽകിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആൻഡ്രോ അഗസ്റ്റിന്റെ വാദങ്ങളിൽ അടിമുടി ദുരൂഹത. പണം അയച്ചു എന്നും കരാറുണ്ടെന്നും അവകാശപ്പെടുന്ന ആൻഡ്രോ ഇതിനൊപ്പം കൃത്യമായ രേഖകൾ പുറത്തുവിട്ടിട്ടില്ല. ഇതാണ് ഇടപാടിലെ ദുരൂഹതകൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. ബാങ്ക് വഴി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വിദേശത്തേക്ക് പണം അയച്ചതെന്നും അന്താരാഷ്ട്ര ആർബിട്രേഷൻ സെന്ററിൽ കേസ് നിലവിലുണ്ട് എന്നുമുള്ള ആൻഡ്രോയുടെ വെളിപ്പെടുത്തലുകൾ ഇത് വസ്തുതാവിരുദ്ധവും സാമ്പത്തിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമാണെന്ന ആരോപണത്തിൽ ഇട നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട റിസർവ് ബാങ്കിന്റെയും ഇൻകം ടാക്സ് വകുപ്പിന്റെയും കർശനമായ നിബന്ധനകൾ മറികടന്ന് എങ്ങനെ പണം അയച്ചു എന്നതിൽ ദുരൂഹത തുടരുകയാണ്. ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാനും പണമിടപാടിന് അംഗീകാരം ലഭിക്കാനും ഫോം 10 ഉൾപ്പെടെയുള്ള രേഖകൾ റിപ്പോർട്ടർ കമ്പനിയുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സാക്ഷ്യപ്പെടുത്തി ബാങ്കിൽ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടാതെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഉണ്ടാക്കിയ കരാറിന്റെ സാധുത ബ്യൂണസ് ഐറീസിലെ ഇന്ത്യൻ എംബസിയോ ഡൽഹിയിലെ അർജന്റീന എംബസിയോ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ 126 കോടി കൈമാറിയെന്നാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ പണം കൈമാറിയതിന്റെയോ അർജന്റീന ടീം കൈപ്പറ്റിയതിന്റെയോ തെളിവ് കായിക വകുപ്പിന്റെ പക്കലില്ല. ടൂർ പ്രൗഡ് എന്റർപ്രൈസസ് എന്ന ഏജൻസിയാണ് പണം കൈമാറ്റത്തിന് ഇടനിലക്ക. അമേരിക്കൻ ഏജൻസിയായ FBI അന്വേഷണം നേരിടുന്ന കമ്പനിയാണ് ടൂർ പ്രൗഡ് എന്റർപ്രൈസസ്. $15 മില്യൺ നൽകേണ്ടിയിരുന്നത്. പണം നൽകിയോ തിരികെ ലഭിച്ചോ എത്ര തവണ നികുതി അടച്ചു അടങ്ങിയ കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട്. കരാർ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും റിപ്പോർട്ടർ ചാനലും തമ്മിലാണെങ്കിൽ മൂന്നാമതൊരു തേർഡ് പാർട്ടിക്ക് കമ്പനിക്ക് പണം അയച്ചു നൽകാൻ ബാങ്കുകൾക്ക് നിയമപരമായി സാധിക്കില്ല. അമേരിക്കയിലെ മറ്റൊരു കമ്പനിക്ക് പണം അയച്ചിട്ടുണ്ടെങ്കിൽ AFAയും ആ കമ്പനിയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ബാങ്കിൽ നൽകേണ്ടതുണ്ട്. തങ്ങൾ പണം അയച്ചതിന്റെ വ്യക്തത വരുത്താൻ ബാങ്ക് ട്രാൻസ്ഫർ വിവരങ്ങൾ അടങ്ങിയ സ്വിഫ്റ്റ് കോപ്പി പുറത്തുവിടാൻ റിപ്പോർട്ടർ മാനേജ്മെന്റ് തയ്യാറാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പണം അയച്ചതിന്റെ കൃത്യമായ ആവശ്യവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതേസമയം അന്താരാഷ്ട്ര ആർബിട്രേഷൻ സെന്ററിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന ആൻഡ്രോ അഗസ്റ്റിന്റെ വാദവും കള്ളമാണെന്ന് വിലയിരുത്തുന്നുണ്ട്. ഏത് രാജ്യത്തെ ആർബിട്രേഷൻ കോടതിയെയോ ട്രിബ്യൂണലിനെയാണ് സമീപിച്ചതെന്ന് വ്യക്തമാക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. സാധാരണയായി ഇത്തരം വലിയ സാമ്പത്തിക തർക്കങ്ങൾ സിംഗപ്പൂർ ആർബിട്രേഷൻ സെന്ററിലോ ലണ്ടൻ ആർബിട്രേഷൻ സെന്ററിലോ ഇംഗ്ലീഷ് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ് നടക്കാറുള്ളത്. എന്നാൽ ഇവിടെയാണ് ആർബിട്രേഷൻ എന്ന് ആൻഡ്രോ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ചട്ടലംഘനവും സംഭവിച്ചിട്ടുണ്ടെന്നാണ് സൂചന. റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രധാന ബിസിനസ് സ്വഭാവത്തിൽപ്പെടാത്ത ഇത്തരം $multi-million കായിക ഇവന്റ് മാനേജ്മെന്റ് ബിസിനസ്സുകൾ നടത്താൻ നിയമപരമായി തടസ്സമുണ്ട്. ROC ഭേദഗതി ചെയ്യാതെ കമ്പനിയുടെ മാൻഡേറ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കുന്നത് ഇന്ത്യയിലെ കമ്പനി നിയമപ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. ഈ പശ്ചാത്തലത്തിൽ വിദേശ പണമിടപാടുകളിലെ കള്ളപ്പണ സാന്നിധ്യവും സാമ്പത്തിക ക്രമക്കേടുകളും ചൂണ്ടിക്കാട്ടി സംഭവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, NIA എന്നീ കേന്ദ്ര ഏജൻസികൾ സംയുക്തമായി അന്വേഷിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്ന ആവശ്യവും ശക്തമാണ്. സംസ്ഥാന പോലീസിന്റെ പരിധിയിൽ ഒതുങ്ങുന്നതല്ല ഈ രാജ്യാന്തര സാമ്പത്തിക ഇടപാടുകളെന്നും അടുത്തിടെ നടന്ന വിദേശയാത്രയിലടക്കം കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഉണ്ടാകണം എന്നുമാണ് ഉയർന്നുവരുന്ന പ്രധാന ആവശ്യം.